ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ കട്ടിയുള്ളൊരു ഓപ്പണിംഗ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വാലന്റൈൻസ് ഡേ ഒക്കെ വരുവാണ്. ഇപ്പം ജാനുവരി തുടങ്ങി 12 എത്ര പെട്ടെന്നല്ലേ പോകുന്നത്. മാസങ്ങളും വർഷങ്ങളും പോകുന്നതിലല്ലടോ പ്രശ്നം, വയസ്സും കൂടെ കൂടുന്നുണ്ടല്ലോ, അതാ വലിയ പ്രശ്നം. അങ്ങനെ വയസ്സ് മാത്രം കൂടിയാൽ പോരല്ലോ, അതിൻ്റെ കൂടൊപ്പം നമുക്കുള്ള ബുദ്ധിമുട്ടുകളും വയ്യായികയും ഒക്കെ അങ്ങോട്ട് കൂടുക. എൻ്റെ മമ്മിക്കില്ലാത്ത വയ്യായിക എനിക്കുണ്ട്, ലിസ്റ്റ് ഇട്ടെടുത്താൽ പോലും തീരത്തില്ല, അത്രയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കാർഡൊക്കെ ഉണ്ടാക്കണ്ടയോ. അപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ ഉണ്ടാക്കാം. മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഒരു മാസം കൂടെ ഉള്ളൂ അതിന്. അപ്പോൾ അപ്പോഴത്തേക്കും ഇപ്പോഴേ ഒന്ന് ട്രൈ ചെയ്ത് വെച്ച് നമ്മളെ ട്രൈയിൽ അവർ വീഴട്ടെ. അപ്പോൾ ആ ട്രൈ ഒക്കെ ഒന്ന് ചെയ്യാം. അതിനായിട്ട് ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പാണ്ടയെ വരയ്ക്കുക, പാണ്ടയല്ലല്ലോ ടെഡിയെ വരയ്ക്കുക. എന്നിട്ട് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഇനിയിപ്പോൾ റെഡ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മൊത്തം ചുവക്കട്ടെ എന്തുവാ പറയട്ടെ, ചുവക്കട്ടെ, തുടുക്കട്ടെ അത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, അതൊക്കെ അങ്ങോട്ട് മുറിച്ചെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങോട്ട് മുറിക്കുക, ഞാൻ ഒന്നും പറയത്തില്ല. പിന്നെ ഈ മുറിക്കുന്ന വെപ്രാളത്തിലേ നമ്മുടെ ടുലിപ്സ് ഫ്ലവറും കൂടെ മറക്കാതെ ഒന്ന് മുറിച്ചേക്കണേ. അത് കുറച്ച് ചെറുതായ അത്രയും നല്ലത്. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് എടുത്തത്, അത്രയും ചെറുതായിട്ട് എടുത്താൽ നല്ല രസമുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ബൊക്കെ പോലെ കിട്ടും. അങ്ങനെ ആ കിട്ടുന്ന സംഭവങ്ങളെല്ലാം ഒരു ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. ഷീറ്റിൻ്റെ വലിപ്പം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. വലുതാണെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. കുറച്ച് എഴുതാനുണ്ടെങ്കിൽ അങ്ങനെ വലുതാക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ വെക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ പേപ്പറാക്കാം, മനസ്സിലായി. പക്ഷേ കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് അത് ആ ടെഡി ബെയറിൻ്റെ മേളിലോട്ട് ഒരു കയ്യിലോട്ട് അതൊക്കെ ഒട്ടിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ എനിക്ക് വേണ്ട ഒരു ഡയലോഗ് അങ്ങോട്ട് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ എഴുതണം അതങ്ങോട്ട് അറിഞ്ഞോന്ന് അങ്ങോട്ട് എഴുതുക, ഒന്നും നോക്കരുത്. വായിക്കുന്ന ആൾ തളർന്നു പോകണം, മനസ്സിലായി. നമ്മൾ ആ എഴുതുന്ന ഡയലോഗിലാണ് നമ്മുടെ ആ സ്നേഹം അങ്ങോട്ട് ഒളിപ്പിച്ച് വെക്കേണ്ടത്. അത് വായിക്കുമ്പോൾ അവർക്ക് അങ്ങ് ഫീലിംഗ് പൊട്ടി മുളയ്ക്കണം, മനസ്സിലായോ? ഞാൻ പറഞ്ഞതൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായല്ലോ, അത്രയൊക്കെ മതി. പിന്നെ അതിൻ്റെ വെളിയിലോട്ടൊക്കെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചേച്ചി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, കാരണം ചേച്ചിക്ക് കുളമാക്കിയാണ് ശീലം. പക്ഷേ അതിന് കുളമായിട്ടൊന്നുമില്ല, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അല്ലേ? അപ്പോൾ ഭീഷണിപ്പെടുത്തിയതായിട്ട് ആരോടും പറയണ്ട. എന്നാൽ ഓക്കെ, ബൈ.